ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി കേരള മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു IAS അവർകളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ ശ്രീ അനിൽകുമാർ, ഈ മേഖലയിലെ തലമൂത്ത അംഗങ്ങൾ, ഇന്നിവിടെ നമ്മുടെ വന്ദനം സ്വീകരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗുരുക്കന്മാർ, ഫോട്ടോഗ്രാഫി മേഖലയിലെ സീനിയറായിട്ടുള്ള നിരവധി സുഹൃത്തുക്കളുണ്ട്. ഇവിടെ എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഇവിടെ ഈ പ്രധാനപ്പെട്ട ഈ പരിപാടിയുമായി സഹകരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മീഡിയ മേറ്റ്സ് നേച്ചർ ഫോട്ടോഗ്രാഫി ക്ലബിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ ശ്രീ ബാലൻ എന്നോട് വളരെ വാചാലമായി തന്നെ വിവരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറയുകയായിരുന്നു, ഫോട്ടോഗ്രാഫർമാരുടെ ഈ കൂട്ടായ്മയിൽ ഈ സമ്മേളനത്തിൽ എത്താൻ സാധിച്ചപ്പോൾ ഏറെ സന്തോഷം എനിക്കുണ്ട്. കാരണം ഞങ്ങളുടെ കുടുംബത്തിലും ഒരു ഫോട്ടോഗ്രാഫറുണ്ട്. എൻ്റെ ഏക മകളുടെ ഭർത്താവ് ഫോട്ടോഗ്രാഫി ഉപജീവന മാർഗമായി സ്വീകരിച്ച ഒരാളാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫർമാരുടെ ഈ സൗഹൃദ കൂട്ടായ്മയിലേക്ക് വന്നപ്പോൾ ഏറെ സന്തോഷമുണ്ടായി, അഭിമാനമുണ്ടായി. മീഡിയ മേറ്റ്സിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, പ്രത്യേകിച്ചും സ്വാഗത പ്രസംഗികൻ ഇതിൻ്റെ ദാർശനികമായ ഒരു വശത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതേറെ ഹൃദ്യമായി തോന്നി എനിക്ക്. കാരണം നമ്മുടെ പ്രൊഫഷണലായ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഇടയിലും സ്വന്തം സമൂഹത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെക്കുറിച്ചും സഹജീവികളെക്കുറിച്ചുമെല്ലാം ആലോചിക്കുവാനും ഈ വ്യക്തിപരമായും കൂട്ടായ്മയിലൂടെയും തിരിച്ച് നമുക്കെന്ത് നൽകാൻ സാധിക്കുമെന്ന ഏറ്റവും ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അത് പ്രവർത്തനത്തിലൂടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളുടെ ഒരു സംഘം 3 വർഷം പൂർത്തിയാക്കുമ്പോൾ ഏറെ അഭിമാനിക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ കാഴ്ചവെക്കുന്നു എന്ന് കണ്ടപ്പോഴും ഏറെ ആഹ്ലാദമുണ്ടായി. നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ ഇന്നിപ്പോൾ കൃത്രിമമായ ഉൽപ്പാദന മേഖലകളിലൂടെ കടന്നു പോകുന്ന ഒരു കാലമാണ്. നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന, നമ്മളെല്ലാവരും അത്ഭുതത്തോടെ, ഈ മേഖലയിൽ ഇല്ലാത്തവർ അത്ഭുതത്തോടെ കാണുന്ന ഒരു വളരെ ക്രിയാത്മകമായ മേഖലയായ ഫോട്ടോഗ്രാഫിയിലൊക്കെ തന്നെ ഇന്നിപ്പോൾ AI കടന്നുകയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ മാത്രമല്ല, മറ്റു എല്ലാ മേഖലകളിലും ഓരോ തരത്തിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നാക്രമണം നടക്കുന്നത് പോലെയാണ് ഇന്ന് ഈ കൃത്രിമമായ ഒരു ലോകത്തിലേക്ക് നമ്മളെ ആനയിക്കുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിനൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് പ്രകൃതിയെക്കുറിച്ച് ആലോചിക്കുവാനും അതൊപ്പിയെടുക്കുവാനും തങ്ങളുടെ സാങ്കേതിക വിദ്യകൾക്കപ്പുറത്തേക്ക് മനുഷ്യൻ്റെ മാത്രമായിട്ടുള്ള ഒരനുഗ്രഹമായിട്ടുള്ള നമ്മുടെ ആ അകക്കണ്ണുകൊണ്ട് ലോകത്തെ കാണുവാനും ഒക്കെ ഒരു ഫോട്ടോഗ്രാഫർക്ക് സാധിക്കുന്നു. തൻ്റെ മനനത്തിലൂടെ, തൻ്റെ ഉൾക്കാഴ്ചയിലൂടെ മറ്റുള്ളവർ കാണാത്ത കാഴ്ചകൾ കാണുമ്പോൾ അതിൽ ഒരംശമെങ്കിലും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു പാഠവും ഒരു ഫോട്ടോഗ്രാഫർ സ്വായത്തമാക്കുന്നു. അതിൻ്റെ ഏറ്റവും മികച്ച ഒരു കാര്യമാണ് നേച്ചർ ഫോട്ടോഗ്രാഫി. അതിലേറെ അനുഗ്രഹീതരായിട്ടുള്ള കുറേ പേരുടെ ഏറ്റവും നല്ല വർക്കുകൾ ഇവിടെ ഇന്ന് പ്രദർശനത്തിലുണ്ട്. ഞാൻ കണ്ടു, അത്ഭുതപ്പെട്ടു. അതിലേറ്റവും മികച്ചതായിട്ടുള്ള കുറച്ച് പേർക്ക് അവാർഡുകൾ നൽകുന്നു, അല്ലാത്തവരെ നമ്മളിവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇതിലൂടെ വലിയൊരു പാഠം, വലിയ ഒരു സന്ദേശം സമൂഹത്തിനും പ്രത്യേകിച്ചും വളർന്നു വരുന്ന തലമുറയ്ക്കും നൽകാൻ നിങ്ങൾ
നിങ്ങളുടെ ഈ സംരംഭത്തിലൂടെ സാധിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഈ പരിപാടി ഇവിടെ ഇതുപോലെ വളരെ വിജയകരമായി സംഘടിപ്പിക്കാൻ നമ്മുടെ പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും ഫോട്ടോ സ്റ്റുഡിയോസിൻ്റെയും എല്ലാം സീനിയറായിട്ടുള്ള ശ്രീ ബാലനെ പോലെ, ശ്രീ പൊതുവാളിനെ പോലെയുള്ള ആൾക്കാരൊക്കെ എല്ലാവരും പുതിയ തലമുറയ്ക്ക് ഏറ്റവും വലിയ ചില മൂല്യങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്ന് കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ പ്രത്യേകിച്ചും മുൻപേ പോയ ഗുരുക്കന്മാരെയും സീനിയറായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സിനെയും എല്ലാം ആദരിക്കാൻ കൂടി നിങ്ങൾ സമയം കണ്ടെത്തുന്നു എന്ന് കാണുമ്പോഴും സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.